ഹലോ എവ്രി വൺ, വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സെഷന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, യൂണിറ്റ് 1 പാർട്ട് 1 ആയിരുന്നു പറഞ്ഞത് അല്ലേ. എന്തൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഈ യൂണിറ്റ് 1 പാർട്ട് 2 എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈൽ, ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈൽസും പ്രിൻസിപ്പിൾസും ആണ്. നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യൂണിറ്റ്, ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ ഈ യൂണിറ്റ് മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു ഈ യൂണിറ്റിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ ടെക്നിക്കുകൾ ഡീൽ ചെയ്യുന്ന ഒരു പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ. സോ എന്താണ് ന്യൂസ് റൈറ്റിംഗ്? നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈവന്റുകൾ അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് വളരെ ഓറിയന്റഡ് ആയിട്ട് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത ന്യൂസ് പ്രത്യേക ടെക്നിക്കുകളും പ്രിൻസിപ്പിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈൽ അഥവാ ന്യൂസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ന്യൂസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് വായിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ന്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കും അല്ലേ. ആ ആദ്യത്തെ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും ആ ഒരു ഈവന്റ് അല്ലെങ്കിൽ ആ ഒരു വാർത്ത എങ്ങനെയാണ് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരു ന്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ന്യൂസിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമ്മറി ആയിട്ട് എഴുതുന്ന ആദ്യത്തെ പാരഗ്രാഫിനെയാണ് നമ്മൾ ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷന്റെ ഷോർട്ട്, ലീഡ് ഓർ ഇൻട്രോ എന്ന് പറയുന്നത്. സോ എന്താണ് ലീഡ് ഓർ ഇൻട്രോ? ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി ന്യൂസ് സ്റ്റോറി ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത്. അതെന്താണ് ഒരു ഈവന്റ്, ആ ഈവന്റിന് വളരെ നമ്മൾ രത്നച്ചുരുക്കം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആ ഒരു സമ്മറിയാണ്. അത് 30 വേർഡ്സ് വരെ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 30 വേർഡ്സ് വരെയാണ് അത് എന്തുണ്ടായിരിക്കുക, ആ ഒരു സമ്മറിയിൽ ഉണ്ടായിരിക്കുക. അത്രക്കും ഷോർട്ട് ആയിട്ടായിരിക്കും ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലീഡ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്നാണ്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് റീഡിംഗ്. So we shall also briefly mention how to draft an intro or lead and how many kinds of leads are there for writing news. So ഈ ലീഡ്സ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡ്സുകൾ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ജേർണലിസത്തിൽ വേറെ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടി നമ്മൾ ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്കുകൾ മാത്രമുള്ള ഒരു പേപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡുകൾ ഉണ്ട്, അതെങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. സോ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് 5 Ws and 1 H. എന്താണ് 5 Ws and 1 H? എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രിട്ടീഷ് ഓതർ ആണ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന വ്യക്തി അല്ലെ. നമ്മുടെ എന്താ പറയാ, ജംഗിൾ ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. സോ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് പറയുന്നത്, ഈ ഒരു 5 W and 1 H എന്ന് പറയുന്ന ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, the new stories are written using 5 Ws and 1 H in the first paragraph itself. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ 5 W and 1 H ഉപയോഗിച്ചിട്ട് ന്യൂസിൽ സംഭവിച്ചിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ 5 Ws and 1 H ടെക്നിക് അല്ലെങ്കിൽ 5 Ws and 1 H style എന്ന് പറയുന്നത്. സോ ദിസ് ഫോർമുല ഓഫ് റൈറ്റിംഗ് ദ ഇൻട്രോ ഓർ ലീഡ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ദി ലേറ്റ് ബ്രിട്ടീഷ് ഓതർ ഹു ലിവ്ഡ് ആൻഡ് വർക്ക്ഡ് ഇൻ ഇന്ത്യ, റുഡ്യാർഡ് കിപ്ലിംഗ്. സോ അദ്ദേഹമാണ് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈല് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് 5 Ws എന്ന് പറയുന്നത്, എന്തിന്റെയൊക്കെ ഫുൾ ഷോർട്ട് ഫോം ആണ്, എന്തൊക്കെ 5 Ws ആണ് അടങ്ങിയിട്ടുള്ളത്? ഹു, അതായത് ഒരു ന്യൂസ് ആരാണ് ഇതിലെ മെയിൻ പോയിന്റ് അല്ലെങ്കിൽ ആരാണ് മെയിൻ സബ്ജക്ട് എന്നുള്ളതാണ് ഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സൺ ആണ് അല്ലെ. രണ്ടാമത്തത് വാട്ട് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചത്,
എന്താണ് മെയിൻ ഈവന്റ് അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്നത് നമ്മൾ പറയുന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ വെൻ, എപ്പോൾ സംഭവിച്ചു. അത് എല്ലാ ന്യൂസിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ടൈംലെസ്നെസിനെ കുറിച്ച് പറഞ്ഞതാണ്. ടൈംലിനെസിനെ കുറിച്ച് പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞതാണ് 24 അവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന ന്യൂസിനായിരിക്കും വാല്യൂ കൂടുക, അതാണ് ആൾക്കാർക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെൻ എന്ന് പറയുന്ന ആ ഒരു ഡബ്ല്യു, അതെന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡബ്ല്യു. വെൻ എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള, എന്നാണ് സംഭവിച്ചത് എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അറിയാനുള്ള ഒരു, നമുക്ക് എപ്പോഴും ഒരു ന്യൂസ് എഴുതുമ്പോൾ എന്ത് ന്യൂസ് ആയിക്കോട്ടെ അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെൻ എന്നുള്ളത്. പിന്നെ വേർ, എവിടെ സംഭവിച്ചു, എവിടെയാണ്, ഏത് സ്ഥലമാണ്, സ്ഥലത്തെയാണ്, പ്ലേസിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. വൈ എന്ന് പറയുമ്പോൾ വൈ എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്താണ് ഇതിനുള്ള കാരണം, ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡബ്ല്യു ആണ് വൈ എന്നുള്ളത്. ഹൗ, എങ്ങനെ സംഭവിച്ചു, അതാണ് ഏതൊക്കെ സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലൂടെയാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജസിലൂടെയാണ് ഈ ഒരു ഈവന്റ് സംഭവിച്ചത്. ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഏതൊരു ഫസ്റ്റ് പാരഗ്രാഫും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉത്തരങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ 5 W's നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണല്ലേ, വാട്ട്, ഹൂ, വാട്ട്, വെന്, വേറ്, വൈ എന്നുള്ള 5 W, ഒരു H ആയിട്ടുള്ള ഹൗ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിനുള്ള ഈ ഒരു 5 W's ആൻഡ് 1 Hനുള്ള ആൻസർ ആയിരിക്കണം എന്ത്, ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നതാണ് ഈ ഒരു നമ്മൾ 5 W 1 H റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് വാട്ട് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഹാപ്പൻഡ്, എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നാണ് നമ്മൾ വാട്ടോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്, സമയമാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വേർ ഡിഡ് ഹാപ്പൻ, പ്ലേസ് ആണ്, എവിടെയാണ് ഇത് സംഭവിച്ചത്, ഏത് സ്ഥലത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്താണ് അതിന്റെ കോസ്, എന്താണ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് അത് പറയുന്നത്. പിന്നെ ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഏത് സ്റ്റേജിലൂടെയാണ് ഇത് സംഭവിച്ചത്. ഇപ്പൊ ഏതെങ്കിലും ആക്സിഡന്റൽ കേസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഹൗ എങ്ങനെയായിരിക്കും അതിൽ അപ്ലൈക്കബിൾ ആയി വരിക, എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാ അത് സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ. നമുക്ക് ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു ആക്സിഡന്റ്, റോഡ് ആക്സിഡന്റ് നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഈ ഒരു ലീഡ്, ഈ ഒരു ഇൻട്രോയാണ് നമ്മൾ എന്ത് പറയുന്നത് 5 W's ആൻഡ് 1 H എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഈ 6 നമ്മളെ ക്വസ്റ്റ്യൻ ഫോർമുല അല്ലെങ്കിൽ 6 ഫോർമുലാസ് എന്താ 6 ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ 5 W's 1 H എന്ന് പറയുന്ന ഇത് നമ്മൾ ഓരോന്നും സ്പെസിഫിക് അല്ലെങ്കിൽ പ്രത്യേകം സെപ്പറേറ്റ് പറയുന്നതാണ് അടുത്തത്. വെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റും ദിവസവും അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ്, ഏത് തീയതിയാണ് സംഭവിച്ചത്, ഏത് ദിവസമാണ് സംഭവിച്ചത്. മൺഡേ ആണെങ്കിൽ മൺഡേ, ഇവിടെ August 5 എന്നാ കൊടുത്തിട്ടുള്ളത്. ടൈം ഓൾസോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇത് വെൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഇൻഡിപെൻഡൻസ് ഡേയില് പ്രൈം മിനിസ്റ്റർ നാഷണൽ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഒരു കാര്യമാണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വെൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു സ്ഥലം, വെൻ എന്ന് പറയുമ്പോൾ ടൈം, തീയതി, ദിവസം, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടും ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ തന്നെ നമുക്ക് വേർ, വെൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹൂ, വേർ, വൈ, ഇതിന്റെ ഒക്കെ മീനിങ്സ് അല്ലേ. അപ്പൊ അതെന്താന്ന് എഴുതുക, അതാണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെന്ന് പറയുമ്പോൾ പ്ലേസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്, ഏത് ഒക്കേഷനിലാണ് അത് നടന്നത് എന്നുള്ള കാര്യമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇൻഡിപെൻഡൻസ് ഡേയില് PM പ്രൈം മിനിസ്റ്റർ വന്നിട്ട് നാഷണൽ അഡ്രസ് ചെയ്യുന്ന, ഈ ഒരു രാജ്യത്തെ അഡ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എഴുതുന്നതെന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും നടക്കുക, റെഡ് ഫോർട്ടിലാണ് നടക്കുക. അപ്പൊ ഇവിടെ വേറെന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ റെഡ് ഫോർട്ട് ആണ് അല്ലെ. എവിടെ നടക്കുന്നത്, റെഡ് ഫോർട്ടിലാണ്. അപ്പൊ എവിടെയാന്നുള്ള മീനിങ് ആണ് നമുക്ക് എന്തിലൂടെ കിട്ടേണ്ടത്, ഈ ഒരു ഇൻട്രോയിലൂടെ കിട്ടണം. അതിനാണ് നമ്മൾ വേറെന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ 5 W'സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തതാണ് ഹൂ. ഹൂ എന്താ, ആരാണ് സംസാരിച്ചത് എന്നുള്ളതാണ് അല്ലെ.
ആരാണ് സംസാരിച്ചത്, ആരാണ് നാഷനെ അല്ലെങ്കിൽ ആരാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ചത് അല്ലെങ്കിൽ അഭിമുഖീകരിച്ച് സംസാരിച്ചത്? ഇതിനുള്ള ഉത്തരം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണെങ്കിൽ അവിടെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോ ആര് എന്നതിനൊരു ഒരു ലീഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ആവശ്യകത, അതാണ് നമ്മൾ ഹു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട്, എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്ത് പരിപാടിയിലാണ് പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ നേഷനെ അഡ്രസ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സെയിം ന്യൂസ് ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതാണ് എന്തിനാണ് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ പോയിട്ട് നേഷനെ അഡ്രസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അങ്ങനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. ദെൻ വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആസ് ആഗസ്റ്റ് 15 മാർക്സ് ദ നേഷൻസ് ഇൻഡിപെൻഡൻസ് ഡേ. സോ അത് കുറെ കാലം നമ്മൾ എന്താണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആഗസ്റ്റ് 15 ആകുമ്പോൾ ആരാണോ ആ ഒരു വർഷത്തെ പ്രൈം മിനിസ്റ്റർ, അവർ വന്നിട്ട് രാജ്യത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. ഇതാണ് നമ്മൾ വൈ എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കൂ, പിന്നെ വരുന്നത് ഹൗ ആണ് അല്ലെ. ഹൗ, എങ്ങനെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യമായിരിക്കും നോക്കുക. എങ്ങനെയായിരിക്കും സംസാരിച്ചത്? ഇതിലാണ് ഇപ്പൊ ഈ ഒരു കേസ് ആണെങ്കിൽ അദ്ദേഹം എന്താ പറയാ, എങ്ങനെയാ സംസാരിച്ചത് എന്നുള്ളത് ചിലപ്പോ കുറെ അകമ്പടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ബാൻഡ് അത് ഇത്, അതിന്റെ ഒരു പിന്നെ പോലീസ് മേധാവികൾ ഇവരെല്ലാവരും ഉള്ള ഒരു കാര്യം, അങ്ങനെയായിരിക്കും അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ റോഡ് ആക്സിഡന്റിന്റെ കേസ് ആണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ഈ റിപ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ന്യൂസ് മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവര് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു 5Ws 1Hന് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലീഡ് ആൻഡ് ഇൻട്രോയിൽ ലീഡ് ഓർ ഇൻട്രോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയാ, ഒരു ന്യൂസിന്റെ വളരെ എസെൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതുന്നത്. അതിനെയാണ് നമ്മൾ 5Ws 1H എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഒരു ലീഡ് സ്റ്റൈലാണ് ദ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. പിരമിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പിരമിഡ് ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക? ഒരു ത്രികോണ ഷേപ്പിൽ വരുന്ന ഒരു ബിൽഡിംഗ്, അല്ലെങ്കിൽ ഒരു ഈജിപ്തിലെ ഒരു ഇതാണ് എന്ത്, ബിൽഡിംഗ് ആണ് എന്ത് നമ്മൾ പറയുന്നത്, പിരമിഡ് എന്ന് പറയുന്നത്. തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ന്യൂസിന്റെ ഇൻട്രോ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കി എന്തൊക്കെയായിരിക്കും? അത് വളരെ ബേസിക് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. സാധാരണ രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ട്, വായിക്കുന്ന ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഇത് ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. സോ ആ ഒരു ഇൻവേർട്ടഡ് പിരമിഡ്, ഞാൻ അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ, സൈഡിൽ ഒരു ഫോട്ടോ കണ്ടില്ലേ, അത് നോക്കൂ. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു പിരമിഡ് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഷേപ്പ് ആയിരിക്കും അല്ലെ, അതിന്റെ ബേസ് ഏറ്റവും മുകളിൽ വരും. അപ്പൊ അതൊരു കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അവിടെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഒരു ന്യൂസിന്റെ ലീഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ ഇതിലാണ് നമ്മൾ 5Ws 1H എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ആ ഒരു ലീഡിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് ആ ഒരു ലീഡ് വായിക്കുന്നതോട് കൂടിയിട്ട് ഒരു റീഡറിന് എന്ത് തോന്നണം, എനിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടി എന്നൊരു ബോധ്യം വരുത്തുന്ന ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനെയാണ് നമ്മൾ ലീഡ് എന്നും പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ലീഡിനെ നമ്മൾ എഴുതുന്നതാണ്. ലീഡ് എന്താണ്, കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീഡ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഇൻ ദ സെൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സമ്മറി എഴുതുന്നതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ. The body of the news item further expands, elaborates and explains the rest of the story. അപ്പൊ ലീഡ് ഫോളോ ചെയ്ത് വരുന്ന അടുത്ത പാർട്ടാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡി എന്ന് പറയുന്നതിന് നമ്മൾ ലീഡ് വായിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താണ്, എങ്ങനെയാണ്, നമ്മൾ 5Ws 1H നിന്ന് നമുക്കൊരു ആൻസർ കിട്ടും അല്ലെ. നമ്മൾ 5Ws 1H റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരുന്ന പാർട്ടാണ് എന്ത്, ലീഡ് എന്ന് പറയുന്നത്. ലീഡ് ഫോളോ ചെയ്ത് വരുന്ന അടുത്ത പാർട്ടാണ് ദ ബോഡി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലോട്ട് നോക്കുക, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ആ ബോഡിയിലായിരിക്കും എന്ത്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതായത് എന്താണ് ആ ഇഷ്യൂ മെയിൻ ആയിട്ട് നടന്നത്, എന്തൊക്കെ എവിഡൻസ് ആണ്, ആ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ തന്നെ എന്താണ്
ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ കോഡ്സ്, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ എക്സാമ്പിൾ 5W1H പഠിച്ചപ്പോൾ എക്സാമ്പിൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്ത് പറയുന്നു, August 15 രാജ്യത്ത് എന്ത് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഈ രാജ്യത്ത് ഏതെങ്കിലും മുന്നേ നടന്നിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ മഹത് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡി പാർട്ടിലാണ് എന്തുണ്ടാവുക, ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പെടുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നോക്കൂ, ഇത് ലാസ്റ്റിൽ നമ്മള് ലാസ്റ്റത്തെ ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് ദി ടെയിൽ. ടെയിൽ അതായത് എൻഡ് ആവാണ്. ഒരു ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, വാൽ എന്നുള്ള മീനിങ്. അതായത് അപ്പൊ ആ ഒരു ടെയിൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ ഉൾപ്പെടുന്നത് എന്താണ്, എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷനിൽ എന്തെങ്കിലും കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. ഇങ്ങനെ എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആഡ് ചെയ്തുകൊണ്ട് വായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു പിരമിഡ് സ്റ്റൈലിന്റെ അവസാന പാർട്ടായിട്ടുള്ള ദി ടെയിൽ എന്ന് പറയുന്നത്. സോ ദ മെയിൻ പോയിന്റ്സ് stated in the lead or the intro have to be supported by the facts in the paragraph that follow the lead or intro. അപ്പൊ ഇതിൽ എന്താ പറയുക, ഈ പോയിന്റ് നോക്കൂ, the main points stated in the lead or the intro have to be supported by the facts in the paragraph that follow the lead or intro. അപ്പൊ നമ്മൾ ലീഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻട്രോ എന്ന് പറയുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ബോഡി ആയാലും ടെയിൽ ആണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തേണ്ട അതർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും പരസ്പര ബന്ധമില്ലാത്ത ഒരു കാര്യം നമ്മൾ എഴുതി വെക്കരുത്. നമ്മൾ ലീഡിൽ എന്താണോ എഴുതിയത് അതിന്റെ തുടർച്ചയായിട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത് എന്നാണ് പറയാം. ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കൂ, ഇതിൽ ഞാൻ ABC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. അപ്പൊ ABC എന്ന് പറഞ്ഞിട്ട് ഇതിനെ 3 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. Illustrate the form for a routine news story as it is prepared for print. Its lead summarizes the story, then the importance of information decreases gradually until the least significant materials is at the end. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു എ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഷേപ്പിലാണല്ലേ കിടക്കുന്നത്. സോ ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ഷേപ്പിൽ നമ്മൾ ന്യൂസ് നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ എഴുതുകയാണെങ്കിൽ മോസ്റ്റ് ഇൻഫർമേഷൻസ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് നമ്മൾ എന്തായിരിക്കും ആദ്യം എഴുതി പിന്നെ നമുക്ക് അത്രക്ക് പ്രാധാന്യമില്ലാത്ത, എന്നാ വായിച്ചാൽ കുഴപ്പമില്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന കാര്യങ്ങൾ അവസാനം ടെയിലിലോട്ട് നമ്മൾ കൊണ്ടിടുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ എ എന്ന് പറയുന്ന ഇൻവേർട്ടഡ് പിരമിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും ധൃതി പിടിച്ചിട്ടൊക്കെ ഒരാൾ പത്രം വായിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് ആ ന്യൂസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ലീഡ് മാത്രം അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് അവസാനിപ്പിച്ചാൽ മതി. അപ്പൊ തന്നെ ഒരു ന്യൂസിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതല്ല കുറച്ചും കൂടി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് വായിച്ചു പോവാം. അതാണ് ഈ എ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പിരമിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബി എന്താണ്, ബി ഒരു പിരമിഡ് ഷേപ്പിലാണല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഫിഗർ ഈസ് ദ പാറ്റേൺ യൂസ്ഡ് ഇൻ റൈറ്റിംഗ് the story chronologically and it is usually employed with suspended interest features. സാധാരണ രീതിയിൽ ഈ ഒരു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബി സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ കാണുന്നത്. എ ഇൻവേർട്ടഡ് പിരമിഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പിരമിഡ് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ കാണുന്നത്. അതായത് ബി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതായത് കുറച്ചും കൂടി സസ്പെൻഷൻ, എന്താ പറയാ, നമുക്ക് സസ്പെൻസ് തരില്ലേ, സസ്പെൻസ് തരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ ലാസ്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാ എക്സ്ട്രാ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി ലാസ്റ്റ് ഒക്കെ എന്തോ ഒരു സസ്പെൻസ് കൊടുക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു പിരമിഡ് അല്ലെങ്കിൽ ഈ ഒരു ബി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ വിജയികളെ പ്രഖ്യാപിക്കുന്ന, അതുപോലെ വിജയികളെ പ്രഖ്യാപിക്കുന്നതല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫീച്ചർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ടൊരു ഫീച്ചർ എഴുതുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മാഗസീനത്തെ ഒരു ഫീച്ചർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഞായറാഴ്ചകളിലൊക്കെ വരുന്ന സപ്ലിമെന്ററിയിലെ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആദ്യമൊക്കെ അവർ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ വരിക, അല്ലെങ്കിൽ വളരെ കാവ്യാത്മകമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവസാനം എത്തുമ്പോഴായിരിക്കും എക്സ്ട്രാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയിലൊക്കെ ഇങ്ങനെ വരുത്തി ലാസ്റ്റ് ആവുമ്പോൾ ആ സ്റ്റോറി ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര വൈഡ് ആയിട്ട് എഴുതുന്ന ഒരു സ്റ്റൈലാണ് ഇത് ബി എന്ന് പറയുന്ന ഈ ഒരു പിരമിഡ് സ്ട്രക്ചർ എന്നുള്ളത്. ഇനി നോക്കൂ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബി പാർട്ട് ഉണ്ടല്ലോ, അതായത് പിരമിഡ് രീതിയിൽ കിടക്കുന്ന ആ ഒരു
സ്ട്രക്ചർ. അപ്പൊ അതിന്റെ തുടർച്ചയായി വരുന്നതാണ് ദി സ്റ്റോറി ബിഗിൻസ് വിത്ത് അൺഇമ്പോർട്ടന്റ് ബട്ട് ഹ്യൂജ്ലി അട്രാക്റ്റീവ് ഡീറ്റെയിൽസ് ആൻഡ് ബ്രോഡൻസ് ആസ് ഇറ്റ് നിയേഴ്സ് ദി ക്ലൈമാക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു ബി അല്ലെങ്കിൽ പിരമിഡ് സ്റ്റൈലുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? അൺഇമ്പോർട്ടന്റ് ആയിട്ട്, അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഈ ഞായറാഴ്ച ആണെങ്കിലും കുറച്ച് തിരക്കാണെങ്കിൽ നമ്മൾ ഫീച്ചറൊക്കെ ചിലപ്പോൾ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റഡ് ആയി തോന്നും വായിക്കാൻ. പക്ഷെ നമുക്ക് സമയമില്ല. ഇതിപ്പോ ഇങ്ങനെ എഴുതി വരുമ്പോൾ ഭയങ്കര കാവ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വന്ന് നടുവിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവസാനമൊക്കെ എത്തുമ്പോഴായിരിക്കും ഈ ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള ആ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇടയിന്നൊക്കെ എടുത്ത് വായിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പിരമിഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി സസ്പെൻസ് ആയിട്ടുള്ള സ്റ്റോറീസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തത്, അതായത് സി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കുറിച്ച് നോക്കൂ. ദിസ് ഫിഗർ മേ ബി യൂസ്ഡ് ഇൻ ബിൽഡിംഗ് എ സ്റ്റോറി കൺസിസ്റ്റിംഗ് ഓഫ് ദി എലമെന്റ്സ് ഓഫ് almost equal value throughout. Most important is the least of the final details of the story. അതായത് ഈ ഒരു സി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്. ഈ സി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിൽ എന്തായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അത് പറയുന്നത് അനുസരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലൈമാക്സ് എന്താന്ന് ഓർക്കും, അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ആ സ്റ്റോറിയിൽ അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത് ക്രൊണോളജിക്കൽ ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതി 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 ലാസ്റ്റ് ഒരു ഇന്റർപ്രിട്ടേഷൻ പോലെ കൊടുക്കുന്ന ആ ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സി ടൈപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കുറ്റാന്വേഷണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു ടൈപ്പിൽ എഴുതി പോവുക. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ക്രൈം ത്രില്ലർ എടുത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കേസ് അന്വേഷണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്, ന്യൂസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലാണ്, ഈ സി ടൈപ്പിലാണ് നമ്മൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെയൊരു പ്രതിയെ പിടിച്ച കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു, ആ പ്രതിയെ പിടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം എഴുതിയിട്ട് പിന്നെ അയാൾ ചെയ്ത കേസ് എന്താണ്, അതെങ്ങനെ ഇവർക്ക് എവിഡൻസ്, അതിന് എന്തൊക്കെ എവിഡൻസ് കിട്ടി, അതെങ്ങനെ ഈ പ്രതിയിലോട്ട് എത്തിച്ചേർന്നു, അങ്ങനെ അങ്ങനെ എഴുതി എഴുതി ലാസ്റ്റ് ഓഡിയൻസിന് ഒരു ഇന്റർപ്രിട്ടേഷൻ പോലെ എന്താ പറയുക, ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് ഉള്ള ഈ ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു സി ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻവേർട്ടഡ് പിരമിഡിന്റെ യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് നമ്മൾ വായിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഡ്യൂറിങ് ദ അമേരിക്കൻ സിവിൽ വാർ അതായത് ഒരു 150 years ago അമേരിക്കൻ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് ഐറ്റംസ് were written in the form of narrative, somewhat like a fiction or as an essay in a chronological style, and most important point coming in the end. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, അതായത് ഒരു 150 വർഷം മുന്നേ അമേരിക്കൻ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ പറഞ്ഞു ന്യൂസ് കുറെ മുന്നേ തന്നെയുണ്ട്, പക്ഷെ അന്ന് പല ന്യൂസുകളും വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അപ്പോൾ ന്യൂസ് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രാജ്യത്ത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കൂടെയുള്ള സിറ്റിസൺസിന് എന്ത് സംഭവിക്കുന്നു, നമുക്ക് അറിയേണ്ട ഒരു ആവശ്യകതയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോലും ഈ ന്യൂസുകൾ എങ്ങനെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടിരുന്നത്, എസ്സേ പോലെയോ അല്ലെങ്കിൽ ഫിക്ഷൻ പോലെയോ ഒക്കെയാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഈ ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നില്ല. ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഏറ്റവും അവസാനമായിട്ട് വരിക. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു അവസ്ഥ നടക്കുമ്പോൾ ഈ രീതിയിൽ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ. So this style of presenting the news facilitates the reporter to organize the facts of the story systematically and quickly. It is also convenient for the sub-editor to compose the story's headlines and make the news pages to attract the attention of the reader. So എന്താണ് പിന്നെ ഈ ഒരു സ്റ്റൈല്, നമ്മുടെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈല് വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എത്ര ധൃതിയുള്ള ആളുകളാണെങ്കിലും ആ ഫസ്റ്റ് ഇൻട്രോ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും, വളരെ ക്വിക്ക് ആയിട്ട് കിട്ടും അല്ലെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഇൻഫോർമേഷൻസ് കിട്ടും. പക്ഷെ ഇങ്ങനെയുള്ള അടിയന്തരാവസ്ഥ ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലീഡ് മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്,
ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ട് മാറുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇതിലെ പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ സബ് എഡിറ്ററിന് എന്താണ് ന്യൂസ് സ്റ്റോറി ഒക്കെ കമ്പോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണല്ലേ. ഹെഡ്ലൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഓരോ ലീഡും ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീഡേഴ്സിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് എഡിറ്ററിനും ആ ഒരു അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ന്യൂസ് കമ്പോസ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഗുണമാണ്. പിന്നെ ഇതെന്താണ്, ഇത് ടൈം സേവിങ്ങും കൂടിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എത്ര ധൃതിയുള്ള മനുഷ്യനിക്കും ഒരു ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, എന്താണ് ആ ന്യൂസ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. അപ്പൊ അതെന്താണ്, ടൈം സേവിങ് ആണ്. ഇപ്പൊ അത് ഒരു ലീഡ്, പിന്നെ ടൈം സേവിങ് മാത്രമല്ല, നമുക്ക് ഒരു അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് പല കൈൻഡ് ഓഫ് ന്യൂസുകൾ വരുന്ന ഒരു പേപ്പറാണ്. ഒരു ദിവസം അല്ലെങ്കിൽ തലേ ദിവസം നടന്നിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പറാണ് ന്യൂസ് പേപ്പർ എന്നുള്ളത്. അതിൽ എല്ലാ ന്യൂസുകളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മുടെ ജോണർ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഇൻട്രോ വായിച്ചാൽ തന്നെ റീഡറിന് മനസ്സിലാവും എന്ത്, ഇത് തുടർന്ന് വായിക്കണോ, എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ, അല്ലെങ്കിൽ നമുക്ക് വായിക്കണോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാന് ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഗുണമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയാണ് ഈ ഇൻവേർട്ടഡ് പിരമിഡ് വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരുപാട് ക്രിറ്റിസിസം ഉയർന്നു വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് എല്ലാം വായിച്ചു പോവാം. നമുക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് അല്ല, നമുക്ക് അറിഞ്ഞിരിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഇൻവേർട്ടഡ് പിരമിഡിന്റെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള ക്രിറ്റിസിസം എന്നുള്ളത് നമുക്ക് അറിഞ്ഞു വെക്കാം, വായിച്ചു പോവാം. അക്കോർഡിംഗ് ടു എ വെൽ നോൺ അമേരിക്കൻ ജേർണലിസം പ്രൊഫസർ ആൻഡ് ഓഥർ ക്രിസ്റ്റഫർ പാസനെറ്റ്, why should pyramid be inverted when the pyramid in its pyramid shape that is the right way up can serve the purpose perfectly and most ബെഫിറ്റിംഗ്ലി എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ബെനിഫിറ്റിംഗ്ലി എന്നായിരിക്കാം, മേ ബി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ടെക്സ്റ്റിൽ. ഓക്കെ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ക്രിസ്റ്റഫർ പാസനെറ്റ്, ഐ തിങ്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെയാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ക്രിസ്റ്റഫർ പാസനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് പറഞ്ഞത് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്നത്, ഈ പിരമിഡ് സ്റ്റൈൽ എഴുതിയിട്ടുണ്ടെങ്കിലും ന്യൂസ് ഓക്കെ അല്ലേ, പിരമിഡ് സ്റ്റൈൽ എഴുതിയിട്ടുണ്ടെങ്കിലും എന്താണ്, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് സെർവ് ചെയ്യാലോ, അതിലെന്ത് ബുദ്ധിമുട്ടാണ്, അത് മോസ്റ്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വേ അല്ലേ എന്നൊരു ക്വസ്റ്റ്യനിലൂടെയാണ് അദ്ദേഹം ഇൻവേർട്ടഡ് പിരമിഡിന് ഒരു പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ വലിയ താല്പര്യമില്ല എന്നുള്ള ഒരു രീതിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിറ്റിസിസം ഉയർത്തിയിട്ടുള്ളത്. നമുക്കിതൊന്നും അത്ര ഇങ്ങനെ ആഴത്തിൽ പഠിക്കേണ്ട കേസ് ഒന്നുമല്ല. ഞാൻ നേരത്തെ നമ്മുടെ പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, പെർസ്പെക്റ്റീവ്സ് ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതൊക്കെ പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തെ നോക്കൂ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദി പിരമിഡ് ആസ് സച്ച് ഇസ് ടു ഷോ ദാറ്റ് ദ പോയിന്റ് ഇൻ എ ന്യൂസ് സ്റ്റോറി ഈസ് മെയ്ഡ് ഇൻ എ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്, ഈ നമ്മുടെ ഈ പിരമിഡിന്റെ ഉദ്ദേശം, പിരമിഡ് സ്റ്റൈലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂസ് സ്റ്റോറി എന്ത് ചെയ്യാണ്, ഒരു ഡിസെൻഡിങ് ഓർഡർ, ആ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ പ്ലേസ് ചെയ്യുക, അത് അങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണല്ലോ ഉദ്ദേശം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻവേർട്ടഡ് പിരമിഡ് ഇൻവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നാണ് ഈ ക്രിസ്റ്റഫർ പാസനെറ്റ് ചോദിച്ചിട്ടുള്ളത്. So the news is deliberately written in a manner that the reader can stop reading when she or he has just satisfied his or her curiosity and desire to be informed about a particular event. അപ്പൊ അദ്ദേഹം എന്താണ് ഒന്നും കൂടെ ആഡ് ചെയ്തത്, news is written in a manner that the reader can stop reading when they just satisfied their curiosity and desire to be informed about a particular event. ഇതെല്ലാം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാം ഇപ്പൊ ഒരു ന്യൂസ് തുടർന്ന് വായിക്കണോ, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റഡ് ആണ്, അതിന് ക്യൂരിയോസിറ്റി ഉണ്ട്, അപ്പൊ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത സ്റ്റോറി എപ്പോ വേണമെങ്കിലും നിർത്താനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കുണ്ട്, ഈ റീഡേഴ്സിനുണ്ട്. അത് സാധാരണ പിരമിഡ് സ്റ്റൈലിലാണെങ്കിലും ആ ഒരു കാര്യം നടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നിർത്തിപ്പോവാന് പിരമിഡും വേണ്ട, ഇൻവേർട്ടഡ് പിരമിഡും അങ്ങനെ പ്രത്യേകം വേണ്ട. നമുക്ക് സാധാരണ എന്തിനാണ് നിങ്ങൾ പിരമിഡ് തിരിച്ചിട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റൈല് ചെയ്യുന്നത്, സാധാരണ രീതിയിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് സാധാരണ പിരമിഡ് സ്ട്രക്ചറിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ നിർത്തി പോകുന്നതാണ് ഈ ക്രിസ്റ്റഫർ പാസനെറ്റ് പറയുന്നത്.
Another purpose of this style of news writing is to cut the story from bottom up without losing its important part. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മളിങ്ങനെ എന്താ പറഞ്ഞത്, purpose of this style of news writing is to cut the story from bottom up without losing the important parts. നമ്മള് ഇൻവേർട്ടഡ് പിരമിഡ് റിലേറ്റ് ആയിട്ട് പറഞ്ഞ അടുത്ത നോക്കൂ, വില്യം മെഡ്സ് എന്ന് പറയുന്ന അവര് പറഞ്ഞിട്ടുള്ള ഒരു ക്രിറ്റിസിസം നോക്കൂ. ദ ഇൻവേർട്ടഡ് പിരമിഡ് ഫിലോസഫി ഫോർ ഓവർ സ്റ്റാൻഡർഡൈസിങ് ന്യൂസ് റൈറ്റിംഗ്. ന്യൂസ് റൈറ്റിങ്ങിനെ ഭയങ്കര ഓവർ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കുന്ന ഒരു സ്റ്റൈലാണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്നാണ് വില്യം മെഡ്സ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ആർ ടെറ്റാറി എന്ന് പറയുന്ന ഒരു എഡിറ്റർ. അദ്ദേഹം പറയുന്നത് നരേറ്റീവ് ന്യൂസ് റൈറ്റിംഗ് ലീഡ്സ് ആർ മോർ പോപ്പുലർ ദാൻ സമ്മറി ലീഡ്സ്. അതായത് നമ്മൾ നരേറ്റീവായിട്ട് നരേഷനായിട്ട് എഴുതിപ്പോ എല്ലാ കാര്യങ്ങളും ഒരുപോലെ എഴുതി അതിൽ എല്ലാ ഇടകലർത്തിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്ട്രാ ഇൻഫോർമേഷൻസും ക്രൂഷ്യൽ ഇൻഫോർമേഷൻസും എല്ലാം നമ്മൾ ഇടകലർത്തി എഴുതുന്നതാണ് ഏതിനേക്കാൾ നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ സമ്മറി ലീഡും അല്ലെങ്കിൽ ലീഡ്, ഇൻട്രോ, ബോഡി ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നതാണ് നല്ലത് എന്നാണ് ഈ ആർ ടെറ്റാറി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആളാണ് ടെർണർ കാറ്റ്ലഡ്ജ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിന്റെ മുന്നത്തെ ഒരു മാനേജിങ് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം ഹി വോൺസ് അഗെയിൻസ്റ്റ് ഇന്റൻസീവ് യൂസ് ഓഫ് ദി ഇൻവേർട്ടഡ് പിരമിഡ്. എല്ലാവരും ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈൽ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിനെതിരെ വോൺ ചെയ്യാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് പഠിച്ചത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ലീഡ് എഴുതുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചത്, സ്റ്റൈലാണ് നമ്മൾ പഠിച്ചത്. ഒന്നാണ് 5 Ws and 1 H, ഹൂ, വാട്ട്, വൈ, വേർ, വെൻ, അതുപോലെ തന്നെ എന്താ പറയാ ഹൗ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്കൊരു ലീഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ കിട്ടണം. അതാണ് നമ്മൾ 5 Ws and 1 H കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്, ഈ 5 Ws 1 H എന്ന് പറയുന്ന ഈ ആദ്യത്തെ ലീഡ് ഓർ ഇൻട്രോയില് വന്നിട്ട് ആൾക്കാർക്ക് അത് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഒരു ഈവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു പിരമിഡ് നേരെ നമ്മൾ തല തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ന്യൂസ് എത്തുന്നതിനെയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയാം. അതിന് 3 പാർട്ട് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ പാർട്ടാണ് ലീഡ് എന്ന് പറയുന്നത്. ലീഡിലാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. ഈ 5 Ws 1 H ഒക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. രണ്ടാമത്തതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബോഡി എന്ന് പറയുന്ന പാർട്ട്. അതിൽ കുറച്ചും കൂടി ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, ഇപ്പൊ ഒരു ഈവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്, അങ്ങനെയുള്ള കോഡ്സ് ഒക്കെ വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബോഡി പാർട്ടിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് എഴുതുന്ന ഒരു പാർട്ടാണ് ഇത് ബോഡി എന്ന് പറയുന്ന പാർട്ട്. മൂന്നാമത്തതാണ് ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസിനെ കൺക്ലൂഡ് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദി ടെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ PYQ സെഷൻ നമ്മൾ ചെയ്യും. അപ്പം അതിനു മുന്നേ നമുക്ക് ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇത് ദ 5 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂസ് എലമെന്റ്സിനെ കുറിച്ച് എഴുതാനാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഐ തിങ്ക് 10 ന്യൂസ് എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയിട്ടുണ്ട്. ടൈംലിനെസ്, പ്രോക്സിമിറ്റി, പ്രൊമിനൻസ്, വേറെന്തായിരുന്നു? ടൈംലിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈവന്റ് സംഭവിച്ച് 24 hours-ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നേരത്തെ ആ ഒരു ന്യൂസിന് വാല്യൂ ഉണ്ടാവും എന്നാണ് നമ്മൾ ടൈംലിനെസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ പ്രോക്സിമിറ്റി ആണ് നമ്മളുടെ ആ ഓഡിയൻസ് അല്ലെങ്കിൽ റീഡേഴ്സിന്റെ ഒരു എന്താ പറയാ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന ന്യൂസുകളാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആവും എന്നാണ് നമ്മൾ പ്രോക്സിമിറ്റിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പ്രൊമിനൻസ് ആണല്ലേ പറഞ്ഞത്. പ്രൊമിനൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഏതെങ്കിലും തരത്തിൽ ഫേമസോ ഇൻഫേമസോ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയും അതിന് ഇത്തിരി വാല്യൂ കൂടുകയും ചെയ്യും. ഇതാണ് നമ്മൾ പ്രൊമിനൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. വേറെന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്?
വേറെ നമ്മള് ഹ്യൂമൺ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഫാഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫാഷൻ ആയാലും സിനിമ, ഇങ്ങനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട്, വളരെ സീരിയസ് അല്ലാതെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതും ആൾക്കാർക്കിടയിൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വാർത്ത തുടർന്ന് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമതായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ആ പത്തെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. മൈൻഡിൽ വരുന്നത് നമുക്ക് പറഞ്ഞു പോവാം. എമ്പതി പറയാം അല്ലെ. എമ്പതി എന്താ? നമുക്ക് കുറച്ചും കൂടി റീഡേഴ്സിന്റെ സെന്റിമെന്റൽ സൈഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ന്യൂസുകൾ കൊടുക്കുമ്പോൾ അതെന്തായിരിക്കും, കുറച്ചും കൂടി ക്യൂരിയോസിറ്റി വളർത്തുകയും ആൾക്കാർക്കിടയിൽ തുടർന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യും. അപ്പൊ ഇത്രയാണ് എന്റെ മൈൻഡിൽ ഇപ്പോൾ വന്നിട്ടുള്ള 5 എലമെന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഏതൊക്കെയാണ് മൈൻഡിൽ വരുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്താം, അഡ്വെഞ്ചർ എന്താന്ന് എഴുതാം, പിന്നെ വെതർ ഓർ ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ചിട്ടുള്ള ന്യൂസ്, അങ്ങനെ ഒരുപാട് നമ്മൾ 10 എലമെന്റ്സ് പഠിച്ചല്ലോ. അപ്പൊ എത്ര എലമെന്റ്സ് ആണ് നമ്മൾ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും നമ്മൾ ആൻസർ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അപ്പൊ നമ്മൾ ഒരുപാട് ക്രിറ്റിസിസങ്ങൾ വായിച്ചു അല്ലെ. ഇനി എന്താണ് ഇൻവേർട്ടഡ് പിരമിഡ് എന്താന്ന് നമുക്കറിയാം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് ആൻസർ ചെയ്യുന്നു നോക്കൂ. അത് നമുക്ക് പ്രോസുകളെ കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണ് ഗുണം എന്നുള്ളത് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദ സ്റ്റോറി ഷുഡ് ബി അറ്റ് ദി ടോപ്പ്, ഫോളോഡ് ബൈ ലെസ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ്, with the least important ones coming at the bottom. It is a rational and technological outcome of modern news writing, necessity for the consumers who are busy in their lives, other important routines, and can afford to spare very little time to go through the details of the long and elaborate news സ്റ്റോറീസ്. സോ ഇതിന്റെ ഒരു ഗുണം, ഇങ്ങനെയുള്ള ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗിന്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ആ ഇൻവേർട്ടഡ് പിരമിഡ് പറഞ്ഞപ്പോൾ ഉള്ള സെയിം കാര്യം തന്നെയാണ്. എന്താണ് മെയിൻ? നമുക്ക് എത്ര ബിസി ആയിട്ടുള്ള ഒരാൾക്കും നമുക്ക് അതിലെ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് ഒരു ന്യൂസ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലീഡ് വായിച്ചാൽ തന്നെ ആ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. തുടർന്ന് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ടൈമും സൗകര്യം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തുടർന്ന് വായിക്കാം. ഇതാണ് ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു കോൺസ് നോക്കൂ. ഇൻവേർട്ടഡ് സ്റ്റൈൽ ഹാസ് ഓവർ സ്റ്റാൻഡർഡൈസ്ഡ് the technique of writing news. It is not a natural storytelling method because its climax come at the onset. It is predictable and old fashioned. ഇപ്പൊ നമ്മൾ നേരത്തെ ക്രിറ്റിസിസം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിൽ ഓവർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു റൈറ്റിംഗ് ആണ് എന്ത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബിക്കോസ് ഒരു നാച്ചുറൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് അല്ല ആക്ച്വലി ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ അല്ലെ. കാരണം എന്താണ്, അപ്പൊ ആ ഒരു സ്റ്റോറിയുടെ ആദ്യത്തിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്തുണ്ടായെന്നുള്ള കാര്യം നമുക്ക് ലീഡ് വായിച്ചാൽ തന്നെ കിട്ടും. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ലീഡ് തന്നെയുണ്ട്. അപ്പൊ ക്ലൈമാക്സ് ഒക്കെ എന്ത് ചെയ്യും, ആദ്യം തന്നെ വന്നിട്ട് പിന്നെ എന്താ നമുക്ക് തുടർന്ന് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോവുകയും അതൊരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലും ആണ് എന്നാണ് ഇതിന്റെ ഒരു ദോഷം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ദോഷം എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ഒരു അതർ സൈഡ് എന്നുള്ളത്. സോ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് വരും അടുത്ത സെഷനിൽ യൂണിറ്റ് 1 റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള PYQ സെഷൻസ് നമുക്ക് ഡീൽ ചെയ്യാം. ദെൻ നമ്മൾ ഇന്ന് നോക്കിയത് 2 ടൈപ്പ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ലീഡ് റൈറ്റിംഗ്, ഇൻട്രോ റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്, 5W ആൻഡ് 1H ഇൻവേർട്ടഡ് പിരമിഡും. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 പോയിന്റ് ആണ്, 2 പാർട്ടാണ്. ഈ ഒരു യൂണിറ്റ് 1 എന്ന് പറഞ്ഞത് തന്നെ സിമ്പിൾ ആണ്, കാരണം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ഡീപ്പായിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയാ ഭയങ്കര സ്പെസിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും പറയാത്തത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് യൂണിറ്റ് 1. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ യൂണിറ്റ് 2 കിടക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.